നമസ്കാരം. വളരെയേറെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഏവരും കേൾക്കുന്നു ലഹരി വിമുക്ത കേരളം. പക്ഷേ അത് ശരിയാണോ എന്ന് സ്വയം ചിന്തിക്കുക. ഇന്ന് കുട്ടികളെല്ലാം തന്നെ, ഇല്ലെങ്കിൽ ചില കുട്ടികൾ ലഹരിക്ക് അടിമയായിട്ടുണ്ട്. ഇതിൽ പഴമക്കാർ സ്വീകരിച്ച കുറേ വിഷയങ്ങൾ, അതിൽ സെലക്ട് ചെയ്ത ഒരു 4 വിഷയങ്ങൾ കുട്ടികൾ ലഹരിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതിലാദ്യത്തെ വിഷയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചെറിയ ചെറിയ നല്ല ശീലങ്ങൾ. ആദ്യത്തെ ശീലം, കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാർ കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. ഒരു ദേവചിന്ത, ആത്മീയ ചിന്ത വളർത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ മനസ്സ് അങ്ങോട്ട് ചലിക്കുകയാണ്, ലഹരിയിലേക്ക് ചലിക്കത്തില്ല. ചന്ദനക്കുറി ഇടുന്നത് പോലും ഒരു പക്ഷേ അതൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. നിത്യം ചന്ദനക്കുറി ഇടുന്നു, ബോധം ആത്മീയ തലത്തിലേക്ക്, ആധ്യാത്മിക ചിന്തയിലേക്ക് നീങ്ങുന്നു. നമ്മളിതൊന്നും വലിയ കാര്യമാക്കാറില്ല. ഇന്ന് ചന്ദനക്കുറി തൊട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഭസ്മമില്ലെങ്കിൽ കുഴപ്പമില്ല, കുങ്കുമം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു സമീപനം. അങ്ങനെ അത് 1 ദിവസമായി, 10 ദിവസമായി, 100 ദിവസമായി, അങ്ങനെ 4-5 കൊല്ലം പോയി. അതിനുശേഷം പെട്ടെന്നൊരു ദിവസം അച്ഛനമ്മമാർക്ക് ഭക്തി ജനിക്കുമ്പോൾ കുട്ടിയെടുത്ത് പറയുകയാണ്, മോളെ ചന്ദനക്കുറി ഇടണം. അതെന്താ അമ്മേ എന്ന് ചോദിക്കും. ഇത്രയും കാലം ഇല്ലായിരുന്നല്ലോ, ഇന്നെന്താണ് പുതിയതായിട്ട് തുടങ്ങിയത്? അപ്പോഴത്തേക്കും ഇവർക്ക് ഈ പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിയർ പ്രഷർ. കൂട്ടുകാരന്മാരെല്ലാം ചോദിക്കുന്നു, എന്താണ് സ്വാമി ലെവലിലേക്ക് പോവുകയാണോ? ഇങ്ങനെയൊക്കെ കുറേ ബുള്ളിയിങ് വാക്കുകളെല്ലാം കേട്ട് ഇവർ സ്വയം മാറിത്തുടങ്ങുകയാണ്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു കമൻ്റാണ്, ചന്ദ്രനിൽ മനുഷ്യൻ ഇറങ്ങി കാലുകുത്തി, പിന്നീടാണ് ഇതൊക്കെ ഈ ഒരുപാട് ഡയലോഗ് അടിച്ച് സ്വയം നശിച്ചു കൊണ്ടിരിക്കുകയാണ് നാം. ആയതിനാൽ ഏവരും ശ്രദ്ധിക്കുക, ചന്ദനക്കുറി ഇട്ട് തുടങ്ങുന്നത് മുതൽ നെറ്റി ലലാട്ടം ശൂന്യമായിട്ടിരിക്കരുത് എന്നുള്ള ഒരു വസ്തുത. രാവിലെ ക്ഷേത്ര ദർശനം നിർബന്ധമാക്കുക. ലഹരിയുടെ ചിന്ത മാറിക്കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഏവരും പരീക്ഷിച്ച് നോക്കുക. രണ്ടാമത്തേതായിട്ടുള്ളത് നിത്യം നാമജപമാണ്. ഒരു 10 മിനിറ്റെങ്കിലും നാമജപം ശീലിച്ച ഒരു കുട്ടിക്ക് ഒരിക്കലും ലഹരി ഉപയോഗിക്കണം എന്ന് തോന്നത്തില്ല. പക്ഷേ ഈ ഒരു വിഷയം അച്ഛനമ്മമാർ ഒരു പക്ഷേ നമ്മുടെ സ്വന്തം കേരളത്തിൽ നടപ്പിലാക്കുന്നത്, കുട്ടിക്കൊരു 15 വയസ്സായി, 9ാം ക്ലാസ് 10ാം ക്ലാസ്, ഈ അറിവൊക്കെ വന്ന് ഈ ഫ്രീ വില്ല് കൂടുന്ന സമയമാണ്. ഈ 12 കൊല്ലം കഴിയുമ്പോൾ അവനവൻ്റെ ഫ്രീ വിൽ, സ്വന്തം ഇച്ഛാശക്തി കൂടി വരുന്ന ഒരു സമയമാണ്. അതുവരെ അച്ഛനമ്മമാർ എന്താണോ പറയുന്നത് അത് മക്കൾ അതുപോലെ അനുസരിക്കും. അപ്പോൾ ആ പ്രായത്തിൽ തന്നെ നാം നല്ല ശീലങ്ങളെ വളർത്തണം എന്നുള്ളതാണ്. അപ്പോൾ 10 മിനിറ്റ് നാമജപം എന്നുദ്ദേശിച്ചത് ഏത് മന്ത്രം വേണമെങ്കിലും ആയിക്കോട്ടെ. വിഷ്ണു സഹസ്രനാമമാവാം, ഇല്ലെങ്കിൽ ഒന്നുമില്ല, നമുക്കതിനൊന്നും പഠിക്കാൻ സമയമില്ല, എന്ത് ചെയ്യാം ലളിതമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം 10 മിനിറ്റ് ഇരുന്ന് ജപിപ്പിക്കുക. കുട്ടികളെ കൂടെ ഇരുന്ന് ജപിക്കുക. രാവിലെ തന്നെ ചെയ്ത് അതിനുശേഷം സ്കൂളിലേക്ക് പോവുക. ഇനി സമയമില്ല, 6 മണിക്കാണെന്ന് പറഞ്ഞ് റീസണും പറഞ്ഞു വരും. സ്കൂളിലേക്ക് പോകേണ്ട സമയം 6 മണിക്കാണ്, 6:30 ബസ് സ്റ്റോപ്പിൽ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിൽ നിന്ന് വന്ന ശേഷം സന്ധ്യയ്ക്ക് നാമജപം ശീലമാക്കുക. 10 മിനിറ്റ്. സന്ധ്യയ്ക്ക് ആഹാരം കഴിക്കരുത്, മുടി ചീകരുത്, ഇങ്ങനെ കുറേ പ്രവൃത്തികളുണ്ട്. കാരണം ആ പ്രവൃത്തിയെല്ലാം തടഞ്ഞാൽ മാത്രമേ നാം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നാമജപത്തിലേക്ക് നീങ്ങുകയുള്ളൂ. ആയതിനാൽ മറ്റൊരു പ്രവൃത്തിക്കും ശാസ്ത്രം ആ ഒരു സമയം അനുവദിച്ചില്ല. സന്ധ്യാസമയം നാമജപത്തിന് മാത്രം. വേദം പഠിക്കുക, മന്ത്രങ്ങൾ, സൂക്തങ്ങൾ ഇതെല്ലാം തന്നെ ചൊല്ലുക. പ്രാർത്ഥനാ സമയമാണ് സന്ധ്യാസമയം. സ്കൂൾ പാഠങ്ങളെല്ലാം പഠിക്കാം, അതിൽ തെറ്റില്ല. അപ്പോൾ ഒരു ഗൗരവമായി ഈ ഒരു പോയിന്റ് ഏവരും എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂന്നാമത്തേതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എല്ലാ കുട്ടികളെയും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. ഇന്ന് പല റെസിഡൻഷ്യൽ അസോസിയേഷൻ ഉണ്ട്, നമുക്ക് വേണ്ടും വിധം അതിനെ പ്രയോജനപ്പെടുത്താം. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭഗവത്ഗീത അറിയുന്നവരായിട്ട് അവിടെ കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പം നേരിട്ട് ക്ലാസ്സിന് പറ്റിയില്ലെങ്കിലും ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഉപയോഗിക്കാം. ഒരു അരമണിക്കൂർ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ചെറുപ്പം മുതലേ ക്ലാസ്സിന് പോകുകയാണെങ്കിൽ അവരുടെ ചിന്ത ആത്മീയമായിട്ട്, ആധ്യാത്മികമായിട്ട് തിരിയും. നല്ല ചിന്ത, നല്ല ആധ്യാത്മിക ചിന്ത ഉണ്ടാകുമ്പോൾ ഒരു ബാലൻസായിട്ട് നമുക്ക് ജീവിക്കാൻ ഒരു പ്രേരണ ഉണ്ടാകും. തീർച്ചയായിട്ടും ലഹരിയിലേക്ക് ചിന്ത പോകില്ല എന്നത് തന്നെയാണ്. 4ാമത്തെ പോയിന്റ്, കുട്ടികളെ
യോഗ ശീലിപ്പിക്കുക. സാധിക്കുന്ന രീതിയിൽ 15 മിനിറ്റെങ്കിൽ 15 മിനിറ്റ്, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ. സമയമില്ലാത്തവർക്ക് ശനിയാഴ്ചയും ഞായറാഴ്ചയും ശീലിപ്പിക്കാം. തദ്വാര യോഗയിലൂടെ യോഗ ചെയ്യുമ്പോൾ മനസ്സിന് സമാധാനം ലഭിക്കുന്നു, ലഹരിയിലേക്കുള്ള ചിന്ത കുറയുന്നു, ആരോഗ്യം ലഭിക്കുന്നു. നല്ല ആരോഗ്യമുള്ള മനസ്സ് ഒരിക്കലും ലഹരിക്ക് അടിമയാവത്തില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഈ 4 വിഷയങ്ങൾ ചെറുപ്പം മുതലേ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ വരും തലമുറ ലഹരി വിമുക്തമായിട്ട് തന്നെ ജീവിക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.